പുറമെ കേരളത്തിലെ ഭരണപക്ഷമായ LDFന് അതിശക്തമായ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഈ 10ാം വർഷത്തിൽ 4 MLA-മാർ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുകയാണ്. LDFുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കേന്ദ്രങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 4 MLA-മാരിൽ ഒരാൾ CPM-ഉം ഒരാൾ CPI-യും മറ്റു 2 പേര് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. കായംകുളം MLA ആയ CPM-ലെ U പ്രതിഭയും CPI-യുടെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസീനുമാണ് 2 പേര്. 2 തവണ പൂർത്തീകരിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും ഇനി സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മറുകണ്ഠം ചാടാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രതിഭയ്ക്ക് CPM-ൽ നിന്നും കടുത്ത അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ തുടങ്ങി 2 തവണ MLA-യുമായി അധികാര രാഷ്ട്രീയത്തിന്റെ ലഹരിക്ക് തലക്ക് പിടിച്ച പ്രതിഭയ്ക്ക് ഇനി അതില്ലാതെ കഴിയില്ല എന്നുറപ്പാണ്. മാത്രമല്ല, അവർ തഴയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും CPM-ൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് അവർക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. പട്ടാമ്പിയിലെ മുഹമ്മദ് മുഹസീന് 2 തവണ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി സീറ്റുകൾ ലഭിക്കില്ല. മാത്രമല്ല, CPI നേതാക്കൾക്ക് ഇഷ്ടമല്ല മുഹസീനെ. അതിനപ്പുറം MLA-യുടെ കോൺഗ്രസ് പ്രവേശനത്തിന് വഴി തെളിയിക്കുന്നത് ദില്ലിയിൽ നിന്നാണ്. അതായത് കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ട് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ കനയ്യകുമാറിന്റെ സഹപാഠിയാണ് മുഹമ്മദ് മുഹസിൻ. അന്ന് 2 പേരും JNU യൂണിവേഴ്സിറ്റിയിൽ AIYF നേതാക്കളായിരുന്നു. പിന്നീട് കനയ്യ കോൺഗ്രസിൽ ചേർന്ന് മുഹസിൻ CPIM MLA ആയി തന്നെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി അറിയിച്ചുകൊണ്ട് തന്നെ MLA കോൺഗ്രസിൽ ചേർക്കുവാനാണ് കനയ്യകുമാറിന്റെ പദ്ധതി. 2 പേരുടെ പേര് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുമാണ്. ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കളത്തെങ്കിലുമാണ് ആ MLA-മാർ. അവരുടെ പ്രശ്നം ഇവരുടെ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ഇനി MLA ആകില്ല എന്നുള്ളതാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ചങ്ങനാശ്ശേരിയിലെ പൂഞ്ഞാറിലും നിലനിൽക്കുന്നത്. ഒരിക്കൽ പറ്റിയ കയ്യബദ്ധം ഇനി പ്രവർത്തകർ ചെയ്യില്ല എന്നുറപ്പാണ്. മാണി ഗ്രൂപ്പ് പ്രവർത്തകർ മനസ്സുകൊണ്ട് UDF-ൽ വന്നു കഴിഞ്ഞു. ചാണ്ടി ഉമ്മന് കിട്ടിയ ഭൂരിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയം, പത്തനംതിട്ട മണ്ഡലത്തിലെ LDF-ന്റെ തോൽവിയും അതിന്റെ സൂചനകളാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രസക്തിയില്ലാത്ത ജോസ് കെ മാണിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നും UDF-ൽ ജോസ് കെ മാണി വരുന്നില്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ജോസഫ് ഗ്രൂപ്പിലേക്കോ വന്ന് സ്ഥാനാർത്ഥിയാകാനാണ് ഇവരുടെ പദ്ധതി. അല്ലെങ്കിൽ തോറ്റ MLA എന്ന പേരിൽ വീട്ടിലിരിക്കേണ്ടി വരുമെന്നും അവർ ഉറപ്പിക്കുകയാണ്. UDF മണ്ഡലങ്ങളായ പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലെ ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തു എന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ 4 MLA-മാരുടെ മനസ്സ് LDF-ന് ഉപേക്ഷിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷെ ഇവർ ആരും തന്നെ MLA സ്ഥാനം രാജിവെക്കില്ല. തിരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ രാജിവെച്ച് UDF-ൽ ചേരുകയോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ട് വരികയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ ഇവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുമോ എന്നുള്ള ആശങ്കയും ഉണ്ട്. LDF-ഉം MLA രാജിവെച്ച UDF സ്ഥാനാർത്ഥിയാകുന്ന ഉപതെരഞ്ഞെടുപ്പിന് പ്രസക്തി ഇല്ലാതാകും. അതുകൊണ്ട് വീണ്ടും MLA സ്ഥാനം ഭദ്രമാക്കാൻ ഇവർ കോൺഗ്രസിൽ അഥവാ UDF-ൽ എത്തുമെന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്.